ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഈ കാണുന്നതൊക്കെ ആട്ടോ നമ്മുടെ ഓൾ കേരള ബൈസിക്കിൾ റൈഡിൻ്റെ സ്പോൺസേഴ്സ്. ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്നത് നമ്മൾ പറഞ്ഞല്ലോ തൃശ്ശൂർ ഇതാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിന് എത്തുന്നതിന് തൊട്ട് മുമ്പ് കേട്ടോ, കുന്നമംഗലം എന്നൊരു സ്ഥലത്ത്. പിന്നെ ഇതിവിടെ നമ്മൾ ഇന്നലെ നിന്നത് കേട്ടോ. ഇതൊരു ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്റ്റേ ആട്ടാ. ഓക്കെ, ഇവിടുത്തെ നല്ല അടിപൊളി വ്യൂസ് ഉണ്ട് ഇവിടെ. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. സൈക്കിളെല്ലാം അവിടെ ഉണ്ട് അത്ര, സൈക്കിളെല്ലാം ഒന്ന് സെറ്റാക്കുന്ന അത്ര കേട്ടോ. നമ്മൾ ജസ്റ്റ് ബാഗിലൊന്ന് പാക്കാക്കി സൈക്കിളെല്ലാം ഒന്ന് കെട്ടി വെക്കുന്ന അത്ര. അപ്പോൾ ഇവിടുത്തെ വ്യൂ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നമ്മൾ ഇന്ന് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് എറണാകുളത്തേക്കാട്ടോ, എടപ്പള്ളി എറണാകുളത്തേക്കാണ് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ഇവിടെ ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആയിട്ട്. പിന്നെന്താ പറയേണ്ടത്, ഇതാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. ബീച്ച് സൈഡാണ്, ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ വൈകുന്നേരം അവിടത്തേക്ക് എത്തി. ഇതാ കാണുന്ന അവിടെ നല്ല വ്യൂ ആണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം അവിടത്തേക്ക് എത്തി. പക്ഷെ എന്താ പറയേണ്ടത്, അവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടായി പോയി, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ സൈഡിൽ നല്ല തോടും സംഭവങ്ങളായിട്ട് നല്ല വ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നല്ല അടിപൊളി സംഭവം കേട്ടോ. ഇവിടെ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടറിയില്ല. നമ്മൾ രാവിലെ ഇപ്പോൾ ഏകദേശം 6:30 ആയിട്ടേ ഇല്ലു, 6:30 ആയിട്ടുള്ളൂ. ഇവിടെ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഒരു ഇരുട്ട് മൂടിയ അവസ്ഥയാണ്. ഇതൊക്കെ ഇതിൻ്റെ നടക്കുന്നത് ജസ്റ്റ് കറക്റ്റ് കാണിച്ചു തരാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ വ്യൂ, മാരക വ്യൂ കേട്ടോ. ഈ നമ്മൾ മൊബൈലിൽ കാണുന്നതിനെക്കാട്ടും നേരിട്ട് കാണാൻ കേട്ടോ നല്ല വൈബ്. നേരെ ഇങ്ങനെ പോയിട്ട് അവിടെ രണ്ട് സൈഡ് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല വൈബാട്ടാ. അതുപോലെ തന്നെ ഇങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് പിന്നെ എൻഡിങ് അവിടെ നമ്മുടെ ബീച്ചിൻ്റെ അവിടുത്തെ വരെ ഇല്ലെന്നാണ് തോന്നുന്നത്. അവിടെ കുറച്ച് പൊന്തിയിട്ടൊക്കെ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ബീച്ചിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് പാലല്ല, അവർ മണ്ണിട്ടിട്ട് അങ്ങനെ ആക്കിയാന്ന് തോന്നുന്നത്. അവിടെ വരെ ഇല്ല സംഭവം. ഇവിടെ തന്നെ ബീച്ചും ഉണ്ട്, നല്ല അടിപൊളി ബീച്ചാട്ടാ. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് കുന്നമംഗലം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എല്ലാം മാമാന കുന്നല എന്തോ ഒരു പേരുണ്ട്, കറക്റ്റ് എനിക്ക് കൺഫ്യൂഷനാണ് പേര്. ഇന്നലെ മുതൽ മൊത്തം കൺഫ്യൂഷനാണ്, പേര് എങ്ങനെ മറ്റും മാറിപ്പോന്നു. അപ്പോൾ ആ പേര് ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ ടൈപ്പ് ചെയ്ത് ഇടാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇവിടുത്തെ ബീച്ച് ഇതാട്ടോ. സാധാ കാണുന്ന ബീച്ചൊക്കെ തന്നെ വലിയ പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ആകെ എനിക്ക് പ്രത്യേകത തോന്നിയത് മറ്റേ സംഭവം നമ്മളിപ്പോൾ കാണിച്ചു തന്നില്ലേ, ഇത് ഈ കാറ്റാടി മരം, മൊത്തം കാറ്റാടി മരമുണ്ട്. കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ ആ ഇത് തോട് പോകുന്നില്ല, ആ തോട് പോകുന്നത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം സാധാ കാണുന്ന ബീച്ചാണ്, വേറെ പ്രത്യേകിച്ച് കാണിച്ചു തരാൻ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് എറണാകുളം റൂട്ട് പോകുമ്പോൾ ചേരമാൻ പള്ളി, പിന്നെ അതുപോലെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇന്ന് കാണാം. ആരും സ്കിപ്പ് അടിക്കാണ്ട് കാണട്ടെ, വീഡിയോ മൊത്തമായിട്ട് കാണണേ, എന്നാലും അതിൽ നമ്മൾ ഉൾപ്പെടുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ കാണുന്നതിൻ്റെ പിറ്റത്തെ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നെറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നെറ്റ് ഇല്ലാത്തതുകൊണ്ട്, നെറ്റ് മീൻസ് നമ്മൾ മൊബൈൽ ഡാറ്റയിൽ റേഞ്ച് ഇല്ല. അപ്പോൾ നമ്മുടെ അവിടുന്ന് പരിചയപ്പെട്ട ജസീൽ ബ്രോ ഉണ്ട്, ജസീൽ ബ്രോന്റെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ബ്രോ ഇവിടെ ഇല്ല, ബ്രോ ജോലിക്ക് പോയി. അപ്പോൾ ഇവിടെ വൈഫൈ ഉണ്ട്. അപ്പോൾ നമ്മളോട് വൈഫൈ പാസ്പോർട്ട് സംഭവങ്ങളൊക്കെ വന്ന് സെറ്റാക്കി തന്നു. ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് പോയിക്കോന്ന് പറഞ്ഞു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വിടുന്നില്ല, ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതാണ് ഇവരെ വീട്. പേര് പറഞ്ഞു ബ്രോ? പേര് മുസ്താഖ്. ഇത് നമ്മളെ പരിചയപ്പെട്ട ജസീലിന്റെ ബ്രദറാണ് കേട്ടോ. ഇത് ബേബി നമ്മൾ പിന്നെ കൊറോണയും സംഭവങ്ങളിലായതുകൊണ്ട് ബേബിനെ എടുത്തിട്ടൊന്നുമില്ല, അടുത്തേക്ക് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഇവിടത്തേക്ക് വിളിച്ചത് ജസീൽ ബ്രോ കേട്ടോ. ബ്രോ ഇവിടെ ഇല്ല, ബ്രോ രാവിലെ നമ്മൾ പറഞ്ഞല്ലോ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ. ഹായ്, അപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിട്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ, കാരണം ഭയങ്കര സ്നേഹം. നമ്മൾ ഇന്നലെ തൃശ്ശൂരെത്തി, ചാവക്കാട് എത്തുന്നതിന് മുന്നേ മറ്റേ മന്നലാംകുന്ന് എവിടെയില്ലതിപ്പോൾ ഒരു ഭയങ്കര സ്നേഹം കേട്ടോ. ഭയങ്കര ആൾക്കാർ നല്ല ഫുഡൊക്കെ തന്നിട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാതിരുന്ന. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് നല്ല
ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, നല്ല സ്നേഹതീരം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബീച്ചും പാർക്കലായിട്ട് സംഭവമുണ്ട്. നമ്മുടെ നാട്ടികയുടെ അടുത്താട്ടോ, നാട്ടിക നമ്മുടെ MA യൂസഫിലേക്കില്ലേ, അപ്പോൾ അവരുടെ നാട്ടിലാണ്, അവിടത്തേക്ക് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി കേട്ടോ, ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി. പിന്നെ അത് അവിടത്തേക്ക് പോകണം കേട്ടോ. ഓക്കെ, അത് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ കുറച്ച് ലേറ്റായി, ഒരു 10 മണി കഴിഞ്ഞിപ്പോൾ. കാരണം അവിടെ പോയി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത്, നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോ ഇല്ല, അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇറങ്ങി, അപ്പോഴേക്ക് ലേറ്റായി. ഓക്കെ, അങ്ങനെ ചാവക്കാട് എത്തിട്ടോ. ചാവക്കാട് ബീച്ചിലേക്കാണ് പോകുന്നത്. ഇതോ ഒരു ബീച്ചിൻ്റെ ഒരു അടുത്ത്, അവിടത്തേക്കാണ് പോകുന്നത്. നോക്കട്ടെ, നമ്മളിവിടെ എത്തിട്ടോ. ചാവക്കാട് ബീച്ചാണ്, ബേബി ബീച്ച്. ഇതാ ഇവിടെ കുറച്ചപ്പുറം പാർക്കെല്ലാം ഉണ്ട് കേട്ടോ. അത് ആ സൈഡിൽ പാർക്കുണ്ട്. ഇവിടെ ബീച്ചും കാര്യങ്ങളും സാധാ ഇല്ലപോലെ തന്നെ ബീച്ച് കാര്യങ്ങളൊക്കെ. ഓരോ ട്രക്കൊക്കെ ഉണ്ട്. ഇത് എന്തിനാ ട്രക്ക് എന്ന് അറിയാം, എനിക്ക് തോന്നി തോണി നമ്മളെ കടലിലേക്ക് വലിച്ച് കൊണ്ടുപോകാനായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കാനായിരിക്കും. ഇവിടെ തോണിക്കാരെല്ലാം പണിയെടുക്കുന്നതിലുണ്ട്. ഇവിടുന്ന് അങ്ങത്തോളം മൊത്തം തോണി കേട്ടോ, മീൻപിടുത്തത്തിൻ്റെ ബോട്ട്, മോട്ടർ തോണിയൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ സ്നേഹതീരത്തേക്ക് പോട്ടെട്ടോ. പോകുന്ന വഴിക്കൊന്ന് ജസ്റ്റ് ഇതിലും കവർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പോൾ പോകുന്ന വഴിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് പോകുന്നതുകൊണ്ടല്ലേ എത്ര ടൈം പിടിക്കുന്നത്, എത്ര ദിവസം പിടിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ സ്നേഹതീരത്തിലേക്ക് കേട്ടോ, അവിടെ എത്തിയിട്ടാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ സൈഡിൽ മൊത്തം ബീച്ചാട്ടോ. സൈഡ് മൊത്തം റൈറ്റ് സൈഡ് മൊത്തം ബീച്ചാട്ടോ, നല്ല വൈബുണ്ട്. നമ്മൾ മെയിൻ റോഡ് ഉണ്ടായിരുന്നു, ഹൈവേ. പക്ഷേ നമ്മൾ ഈ വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇത്ര വളഞ്ഞ് ചുറ്റി പോകുന്ന. ഇതിൽ പോകുമ്പോൾ നല്ല രസമുണ്ട്, ചെറുങ്ങനെ മഴ പൊടിയുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കാന്നല്ലോ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ താഴെ ബോട്ടിലുണ്ട്, അത് ഒരു കൈയോടെ എടുക്കാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് അവിടെ വെക്കാൻ പറ്റും. പിന്നെ റൈഡ് ചെയ്യുമ്പോൾ നമ്മളെന്താ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഫുഡായിട്ട് നമ്മൾ കഴിക്കാറില്ല. നമ്മൾ കഴിക്കുന്നത്, ഞാൻ കഴിക്കുന്നത് സ്നിക്കേഴ്സില്ല, നമ്മൾ 10 രൂപ സ്നിക്കേഴ്സ് കുറേ എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തിന്നും. അതിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സിൻ്റെ ഒക്കെ ഇതില്ലതുകൊണ്ട് കുറച്ചൊരു എനർജി സംഭവങ്ങൾ കിട്ടും. പിന്നെ കടലമുട്ടായി അങ്ങനെയൊക്കെ കഴിക്കുന്ന കേട്ടോ. പിന്നെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പൊടിയുണ്ട്, ORS എന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ സോഡിയം പിന്നെ സോൾട്ട് അതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് വരുന്ന ഒരു പൊടിയുണ്ട്. അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് കുടിക്കുകയായിരുന്നു. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ ബോട്ടിലുണ്ട് വെള്ളം. ഓക്കെ, അപ്പോൾ ചവിട്ടട്ടോ. ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ സ്നേഹതീരത്തിലേക്ക്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതിൽ നല്ല മഴ വന്നിട്ടാ. ഇതാ മഴ വന്നിട്ട് നമ്മൾ സൈക്കിൾ വെച്ചിട്ട് റോഡതാ, ഇത് എവിടെ കേട്ടോ ബീച്ച്. നല്ല വൈബുണ്ട്. ആ പുള്ളി ഇങ്ങനെ വരുന്നത് നല്ല വൈബുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇന്നലെയോ ഇന്നും മഴ കിട്ടിയിട്ടില്ല. എന്താ മഴ വരാത്തെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മഴയില്ലാതെ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, നമ്മൾ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, റോഡുമേലെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കാത്തിരുന്ന ശേഷം നമ്മുടെ സ്വന്തം മഴ തിരിച്ചു വന്നിരിക്കുന്നു. ഇത്ര നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലും വേണം മഴയും വേണം, അപ്പോഴതിൻ്റെ ഒരു രസം അല്ലേ. നമ്മളിവിടെ എത്തിയിട്ടാ. ഇതാണ് സ്നേഹതീരം എന്ന് പറയുന്ന ഒരു ബീച്ചാട്ടോ. ബീച്ചും സെറ്റപ്പൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സംഭവം കേട്ടോ. നമ്മോട് വരുമ്പോൾ അവർ അടിപൊളിയാകുന്ന സംഭവം എന്നുള്ളതൊക്കെ പറഞ്ഞാൽ വന്നത്. അതിൽ കുഴപ്പമില്ല, സാധാ നോർമൽ ഒരു ബീച്ച്. ജസ്റ്റ് മൊത്തം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു പഴയ തോണിയൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ സംഭവം. നമ്മൾ നല്ല മഴയെല്ലാം കൊണ്ട് വെറുതെ പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരൊക്കെ പോകണ്ടേ. ഓക്കെ, കൊടുങ്ങല്ലൂർ വഴി അങ്ങനെ. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിട്ടാ. കൊടുങ്ങല്ലൂർ എത്തി. ഇപ്പൊ താമസിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പൊ അവളുടെ ഫാദറിന് ഈ റിസോർട്ടും പിന്നെ ഹോം സ്റ്റേ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് വാട്സപ്പിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താമസമൊക്കെ ആയെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, താമസമായിട്ടില്ല പറഞ്ഞു. അപ്പൊ അവളെ ഫാദർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഫാദറിനെ എന്നെ പരിചയമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു എന്താ പറയാ വീടുണ്ട്, ചെറിയൊരു ഹോം സ്റ്റേ പോലത്തെ സെറ്റപ്പ്. അപ്പൊ അവിടെ താമസിക്കാന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പൊ പിന്നെ നമ്മളെന്തായാലും താമസിക്കണല്ലോ. അപ്പൊ ഇങ്ങനെ റൈഡെല്ലാം ചെയ്ത് വരുന്നോണ്ട് പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഈ റൈഡ് യാത്ര പോകുന്നവരെ. അപ്പോൾ
അവര് തന്നെ ഇതാട്ടോ ഞാൻ കാണിച്ചുതരാം. പിന്നെ അവര് പേരും ഇതൊന്നും പറയാൻ അവർക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് പേര് ഇതൊന്നും പറയുന്നില്ല കേട്ടോ. ഇതാണ് സംഭവം. ചെറിയ സെറ്റപ്പ്, പക്ഷെ എല്ലാം സംഭവങ്ങളുണ്ട്. ടി വി ഉണ്ട്, ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കിച്ചൺ ഉണ്ട്, പിന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഇത് ഇവര് റെന്റിന് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ. ഗ്യാസെല്ലാം ഉണ്ട്, കുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത് ആശയ്ക്ക് ഇവിടെ എനിക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഡബ് ചെയ്യുന്നുണ്ട്, അതാ പുതപ്പല്ലിട്ടിട്ട്. ഓക്കെ, ഇതൊക്കെ നമ്മളെ റൂമിൽ നിന്ന് നോക്കണ്ട കേട്ടോ, ഫുള്ള് അലങ്കോലമായിട്ടായിരിക്കും ഉണ്ടാവും. നമ്മൾ ബാഗ് വണ്ടിയിൽ നിന്ന്, അതായത് നമ്മുടെ സൈക്കിളിൽ നിന്ന് ബാഗ് മൊത്തം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ചെയ്യാൻ പോലെ ഉണ്ട്, മൊത്തം വലിച്ചു വാരിയിടും. എനിക്ക് കുറച്ച് പണികളുണ്ട്, കുറച്ച് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ പറയണ്ടേ, ഇന്നത്തെ കുറച്ച് റിസ്ക് പിടിച്ച യാത്രയായിരുന്നു. റിസ്ക് എന്ന് പറയാനൊന്നും പറ്റില്ല, മഴയത്തായിരുന്നു. മഴയത്ത് ഏകദേശം ഒരു 3 മണിക്കൂറോളം മഴയത്ത് തന്നെ നമ്മൾ റൈഡ് ചെയ്ത്, നല്ല മഴയത്ത് കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, മഴയത്ത് നല്ല റൈഡ് ചെയ്ത്. അപ്പൊ ടയേർഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ആദ്യത്തെ ദിവസം ചെറിയൊരു ടയർഡ്നെസ് ഉണ്ടായിരുന്നു, പിന്നെ ടയർഡ്നെസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. നല്ല എൻജോയ് ചെയ്തിട്ട് നമ്മളിപ്പം ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നാളെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രമുണ്ട്, കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ചേരമ്മൻ പള്ളി, അത് കാണാൻ പോകുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് എന്തോ ഒരു ബീച്ച് ഉണ്ട്, ചവറ എന്തോ കറക്റ്റ് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യണം, ഗൂഗിൾ ചെയ്ത് നോക്കണം. അവിടെയും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നേരെ കൊച്ചിയിലേക്ക്. പിന്നെ മറ്റന്നാൾ മുതൽ കൊച്ചിയിൽ ഒരു ദിവസം 1-2 ദിവസം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യും, കാരണം അവിടെ കുറെ ഫ്രണ്ട്സിലുണ്ട്, എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. വണ്ടി സൈക്കിൾ നമുക്കൊന്ന് സർവീസ് ചെയ്യണം, ഫുൾ ചെക്കപ്പ് ചെയ്ത് സർവീസ് ചെയ്യണം. നമ്മൾ കോഴിക്കോട് നിന്ന് ചെയ്ത്, അപ്പോൾ ഇന്ന് മൊത്തം ചെക്കപ്പ് ചെയ്ത് സർവീസ് ചെയ്യണം. ഇന്നല്ല, സോറി, കൊച്ചിയിലെത്തിയിട്ട്. അപ്പോൾ ഓക്കെ, എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടം ആയിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ചേരാമൻ പള്ളിയും കൊടുങ്ങല്ലൂർ അമ്പലവും ബാക്കി സംഭവങ്ങളൊക്കെ കാണാം. ഓക്കെ, ബൈ.